ഏറ്റവും പ്രിയങ്കരനായ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റർ ടിനു ജോർജ്, നമ്മുടെ ചുറ്റുപാടുകളും കാണുന്ന സങ്കടങ്ങൾ, ഈ വലിയ ഭൂമിയിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർ, ഭൂമി ഉണ്ടായിട്ടും 4 ചുവരും മേൽക്കൂരയുമുള്ളൊരു വീടുണ്ടാക്കാൻ കഴിയാത്തവർ, മക്കളെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ കഴിയാത്തവർ, രോഗങ്ങളുടെ തീക്ഷ്ണത അനുഭവിക്കുന്നവർ, സങ്കടങ്ങളാണ് നമുക്ക് ചുറ്റും. ആ സങ്കടങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ 10 ലക്ഷത്തോളം പേർ രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ്, വീട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഭവനരഹിതരായ ആളുകളുടെയും രോഗികളായ ആളുകളുടെയും സങ്കടങ്ങൾ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ സ്നേഹവും പങ്കുവയ്ക്കലും ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ നാഥനെ തിരിച്ചറിയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. മറ്റുള്ളവനെ സഹായിക്കാൻ, അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, കരുണാർദ്രമായ മിഴികളോടെ അവൻ്റെ സങ്കടങ്ങൾ കാണാൻ, അവൻ്റെ കണ്ണീരൊപ്പാൻ, അവനെ ചേർത്ത് നിർത്താൻ നമ്മൾ നടത്തുന്ന ശ്രമം തന്നെയാണ് പാസ്റ്റർ ടിനു ജോർജിൻ്റെ അതിമനോഹരമായ പുസ്തകം അനുഗ്രഹത്തിൻ്റെ താക്കോൽ. നിങ്ങൾ വായിക്കാത്തവർ കൂടി വായിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. എന്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് സ്വന്തം അനുഭവത്തിലൂടെയാണ് അദ്ദേഹം ഭംഗിയായിട്ട് അതിൽ വിവരിക്കുന്നത്. അബ്രാമിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ അബ്രാമിൻ്റെ തലമുറകളെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുക പുസ്തകത്തിൽ. ദൈവാനുഗ്രഹം, അതാണ് അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്ന പാസ്റ്റർ ടിനു ജോർജിൻ്റെ പുസ്തകം. ഈ മനോഹരമായ പുസ്തകം ഈ നാടിന് സമ്മാനിച്ചതിന് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. ഈ കേരളത്തിന് വേണ്ടി നന്ദി പറയുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴം എത്രയാണ്, അനുഗ്രഹത്തിൻ്റെ താക്കോൽ എവിടെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ, എങ്ങനെയാണ് ഒരു ദൈവദാസനായി തീർന്നതെന്ന അനുഭവത്തിലൂടെ, തീഷ്ണമായ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ കനൽ വഴികൾ താണ്ടി അദ്ദേഹം ഈ ദൈവാനുഗ്രഹത്തിൻ്റെ ഈ വലിയ സ്ഥലത്ത് എങ്ങനെ എത്തിച്ചേർന്നു. ഇന്നെപ്പോഴും ദൈവാനുഗ്രഹം ലഭിച്ചാലും അത് എന്നേക്കുമുള്ളതായിരിക്കും. അതെങ്ങനെ നിലനിർത്താൻ കഴിയുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം ആ പുസ്തകത്തിൽ വിവരിക്കും. അനുഗ്രഹത്തിൻ്റെ താക്കോൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ താക്കോലാണ് എന്ന് തോന്നി.